ഇതൊക്കെ കണ്ടും കേട്ടും വനമന്ത്രി ഒന്നും മിണ്ടാതിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. വയനാട് കണിയാമ്പറ്റയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടാൽ ഉടൻ മയക്കുവെടി വയ്ക്കുമെന്ന വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് RRT അംഗങ്ങളുടെ എണ്ണം കൂട്ടണം. ഇക്കാര്യത്തിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും വനമന്ത്രി പറഞ്ഞു. ഒരു പ്രത്യേക നിർദ്ദേശവുമില്ലാതെ തന്നെ ഉദ്യോഗസ്ഥ വിഭാഗം കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു അമാന്തവും ഇല്ലാന്ന് മാത്രമല്ല, രണ്ടാമത് കണ്ടെത്തിയ സംശയിക്കുന്ന സ്ഥലത്ത് കൂടുതൽ സ്ഥാപിക്കുന്നതുൾപ്പെടെ മയക്കുവെടി വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനുൾപ്പെടെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. RRTയുടെ എണ്ണം കുറച്ചും കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം മന്ത്രിയുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ദീപക് മലയമ്മ നമുക്കൊപ്പം എത്തുകയാണ്. ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നു, നാട്ടിലെ മനുഷ്യനെ കടിച്ചു കൊല്ലുന്നു, നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു സർക്കാർ. റിപ്പീറ്റ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് കൃത്യമായ ഒരു മറുപടി ഉണ്ടോ വനമന്ത്രിക്ക്? സുജയ, വെരി ഗുഡ് ഈവനിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ കേൾക്കുന്നതാണ് RRT സംഘങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് അത് വേഗത്തിൽ നടപ്പിലാക്കുമെന്നുള്ളത്. പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് അത് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്നും മന്ത്രിയുടെ പ്രതികരണത്തിൽ RRT അംഗങ്ങളുടെ കുറവുണ്ട് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ധനമന്ത്രിയുമായൊക്കെ സംസാരിച്ചതിന് ശേഷം ആ കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് എത്താമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. വയനാട് പുൽപ്പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുവാ ഭീതി ആ നിലയ്ക്ക് തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത് കർണാടകയുടെ ഡാറ്റാബേസിലുള്ള കടുവയാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തും. അതിന് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് എന്നുള്ള വിശദീകരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കടുവ നിരീക്ഷണത്തിലാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യവും കൂടി മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മേറ്റിംഗ് പീരീഡ് വരുന്ന ഘട്ടത്തിലാണ് പ്രധാനമായും ഇത്തരത്തിൽ വനത്തിനകത്ത് സംഘർഷങ്ങൾ വർദ്ധിക്കുകയും കടുവകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമൊക്കെ രൂപപ്പെടുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ വനവകുപ്പ് സംഘം നൽകാറുണ്ട്, അതിൽ ജാഗ്രത പുലർത്തണമെന്ന് പറയാറുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള നടപടികളിലേക്കും കാര്യങ്ങൾ പോകാറില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുമായി ആളുകൾക്ക് രംഗത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ മേഖലയിൽ ഉൾപ്പെടെ തുടരുന്നുണ്ട്. പലയിടത്തും ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ കാണുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി വിളിച്ചു പറയേണ്ടത് RRT സംഘങ്ങളെയാണ്. അവിടെ പലപ്പോഴും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ പോകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിക്ക് തൽക്കാലം ഇങ്ങനെ പറഞ്ഞൊഴിയാം എന്നുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇനി വരുന്ന കാലഘട്ടത്തിലും സ്വാഭാവികമായും ഈ വന്യമൃഗ സംഘർഷം കൂടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ആ സംഘർഷത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണണമെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതാണ്, എന്താണ് ആ നടപടി? അതൊന്ന് നടപ്പാക്കി കാണിക്കുമോ? ഈ കൊല്ലമോ നടന്നില്ല, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ടെങ്കിലും വനമന്ത്രി ഇത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്.